ഇന്നൊരു ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും ഗോതമ്പ് പായസം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അറിയാം. പക്ഷെ നമ്മുടെ പായസം ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പായസം ഉണ്ടാക്കാനായിട്ട് പറ്റും. അതും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണം. അപ്പോഴാണ് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ഗോതമ്പ് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഗോതമ്പ് പായസത്തിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ കപ്പിൽ 1.5 കപ്പ് ഗോതമ്പാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇത് സൂചി ഗോതമ്പിൻ്റെ നുറുക്കല്ല, നമ്മുടെ ശരിക്കുള്ള ഗോതമ്പിൻ്റെ നുറുക്കാണ്. നമുക്ക് ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് നുറുക്ക് വാങ്ങാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുഴുവനായിട്ടുള്ള ഗോതമ്പ് മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് നുറുക്കാക്കി എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പായസം വെക്കാം. പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഗോതമ്പ് പായസമാണ് ഉണ്ടാക്കിയിരുന്നത്. സൂചി ഗോതമ്പിൻ്റെ പായസത്തിനേക്കാളും കൂടുതൽ ഗോതമ്പ് പായസം ഉണ്ടാക്കിയിരുന്നു. സൂചി ഗോതമ്പിൻ്റെ പായസത്തിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഈ ഗോതമ്പ് പായസത്തിന്. ടേസ്റ്റ് ഇത്തിരി ഡിഫറെൻ്റ് ആണ്. സൂചി ഗോതമ്പിൻ്റെ പായസം ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും ഈ ഗോതമ്പ് പായസം ഇഷ്ടപ്പെടും. ആദ്യം നമ്മൾ ഈ നുറുക്ക് ഗോതമ്പ് ഒന്ന് കഴുകിയെടുക്കണം. അത് സോക്ക് ചെയ്ത് വെക്കാനായിട്ട് പാടില്ല. നമ്മൾ അരിയൊക്കെ കഴുകിയെടുക്കുന്ന പോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കുക. ആദ്യം ഗോതമ്പിൻ്റെ നുറുക്ക് ഞാൻ കഴുകിയെടുത്തു. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് നാളികേരമാണ്. നാളികേരം നമ്മൾ പാലാക്കി എടുക്കണം. ഇവിടെ ഞാനിപ്പോൾ ഒരു 2.5 നാളികേരത്തോളമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 3 നാളികേരം വരെ ഇതിലേക്ക് ഉപയോഗിക്കാം. ഗോതമ്പ് പായസത്തിൽ എപ്പോഴും നാളികേരം കൂടുതൽ വേണം. അപ്പോഴാണ് അതിന് കൂടുതൽ രുചിയായിട്ട് കിട്ടുള്ളൂ. ഈ നാളികേരം നമ്മൾ പാലാക്കി എടുക്കണം. നാളികേരപ്പാൽ പിഴിഞ്ഞെടുക്കണം. 1-ാം പാലും വേണം, 2-ാം പാലും വേണം, 3-ാം പാലും വേണം. അപ്പോൾ ഇത് ഞാനൊന്ന് ആദ്യം 3 പാലാക്കിയിട്ട് പിഴിഞ്ഞെടുക്കട്ടെ. 3 തരത്തിലുള്ള പാല് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് 1-ാം പാലാണ്. 1-ാം പാൽ എപ്പോഴും കുറവേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇത് 2-ാം പാൽ, ഇത് 3-ാം പാൽ. 3-ാം പാലിൽ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഗോതമ്പ് വേവിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ പാല് പിഴിഞ്ഞെടുക്കുക. എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ തലപ്പാൽ കുറവ്, അതായത് 1-ാം പാൽ കുറവും 2-ാം പാൽ കുറച്ച് കൂടുതലും 3-ാം പാൽ അതിനേക്കാളും കുറച്ച് കുറവായിരിക്കും. കാരണം നമുക്ക് വേവിക്കാൻ ആവശ്യത്തിന് മാത്രമുള്ള 3-ാം പാൽ നമ്മൾ എടുക്കേണ്ട കാര്യമുള്ളൂ. നമ്മൾ ശർക്കര പായസമല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുക്കുക. ഇവിടെ ഒരു 1/2 കിലോൻ്റെ മേലെ ശർക്കര ഞാൻ എടുത്ത് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള ഗോതമ്പ് നുറുക്ക് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലല്ലാതെ പാനിലിട്ടിട്ട് നിങ്ങൾക്ക് വേവിച്ചെടുക്കാം കേട്ടോ. കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നുള്ളൂ. അതിലേക്ക് നമുക്ക് 3-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പിഴിഞ്ഞു വെച്ചിട്ടുള്ള 3-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് വേവിക്കണം. ഇത് ഒറ്റ വിസിലാണ് ഞാൻ അടിക്കുന്നുള്ളൂ കേട്ടോ. ഒറ്റ വിസിലടിക്കുക. അതിനുശേഷം അത് തന്നെ ഇരുന്നിട്ട് അതിലുള്ള പ്രഷർ കുക്കറിലുള്ള എയർ മുഴുവൻ പോകുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ തുറക്കാനായിട്ട് പാടുള്ളൂ. നമ്മുടെ ഗോതമ്പ് കുക്കറിലും ശർക്കരപ്പാനിയും ഇതേവിടെ തിളച്ച് പാകാവുന്നുണ്ട്. പ്രഷർ കുക്കറിലെ പ്രഷറൊക്കെ പോയി ഞാൻ ഇതൊന്ന് തുറക്കുകയാണ്. നമ്മുടെ ഗോതമ്പ് നുറുക്ക് നമുക്ക് വേണ്ട പാകത്തിലായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒറ്റ വിസിലടിക്കുക, എന്നിട്ട് തീ ഓഫാക്കി ഇട്ടിട്ട് ഫുള്ള് പ്രഷർ പോകുന്നവരെ വെയിറ്റ് ചെയ്യാനായിട്ട്. ബാക്കിയുള്ള വേവ് നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ അതിൽ കിടന്നിട്ട് ആയിക്കോളും. പിന്നെ ഞാൻ അധികം വേവ് ഉണ്ടാവില്ല, കാരണം ഇപ്പം തന്നെ നമ്മുടെ ഗോതമ്പ് ഒരുവിധം വെന്തിട്ടുണ്ട്. ചുവട് കെട്ടിയുള്ള ഒരു പാത്രം പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കത്തിക്കണം. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ഇതുപോലെ നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ നോൺ സ്റ്റിക്ക് എടുക്കാം. ഉരുളി വേണമെങ്കിൽ ഉരുളി എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ഇട്ട് കൊടുക്കണം. നെയ്യിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ എന്തായാലും ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് നുറുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വരികിയെടുക്കണം. അതായത് ആ നെയ്യിൻ്റെ ടേസ്റ്റ് മുഴുവനും അതുകൊണ്ടാണ് നെയ്യിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാൻ ഞാൻ പറഞ്ഞത്. ആ നെയ്യിൻ്റെ ആ ഒരു രുചി ഉണ്ടല്ലോ, അത് ഗോതമ്പ് നന്നായിട്ട് പിടിക്കണം. അത് പായസത്തിന് രുചി കൊടുക്കും. പ്രത്യേകിച്ച് ഗോതമ്പ് പായസത്തിന് ആ നെയ്യിൻ്റെ ടേസ്റ്റ് ശരിക്കും ആ നെയ്യിൽ കിടന്നിട്ട്, കുറച്ചും കൂടി നെയ്യ് ചേർത്താൽ നല്ലതാണ്. നെയ്യിൽ കിടന്നിട്ട് ഈ ഗോതമ്പ് നന്നായിട്ട് വരികി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ശർക്കരപ്പാനി അരിച്ചൊഴിച്ചു കൊടുക്കണം. ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഇത് നന്നായിട്ട് വരട്ടിയെടുക്കണം. അത് ഏത് പായസമായാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ശർക്കരപ്പാനി ചേർത്തിട്ട് ആ
അതിലെ കണ്ടന്റ് ഉണ്ടല്ലോ, അതായത് എന്ത് പായസമാണ് നമ്മൾ വെക്കുന്നത് അത് ആ ശർക്കര പാനിയിൽ ഇട്ടിട്ട് നന്നായിട്ട് വരട്ടി എടുക്കണം. വരട്ടി ശരിക്കും പറയുകയാണെങ്കിൽ ആ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ട് നമ്മൾ എത്രമാത്രം വരട്ടി എടുക്കുന്നോ അതനുസരിച്ച് നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റും കൂടും. അപ്പോൾ ഞാനിപ്പോൾ അതേ ശർക്കര പാനി ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതേ സൈഡിൽ നിന്നൊക്കെ ഏതാണ്ടൊക്കെ ഇങ്ങനെ വിട്ട് 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 വന്നു തുടങ്ങി. അപ്പോൾ കുറച്ച് സമയം എടുക്കും നമുക്കിത് വരട്ടിയെടുക്കാനായിട്ട് കേട്ടോ. ഗോതമ്പ് നുറുക്ക് നന്നായിട്ട് വൈകി സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള രണ്ടാം പാല് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. രണ്ടാം പാല് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ആ പാലൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതുവരെ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. രണ്ടാം പാല് ചേർത്ത് നന്നായി തിള വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിം കൂട്ടിയിടാനായിട്ട് പാടില്ല. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട്, അതായത് ഇങ്ങനെ തിളച്ച് പൊന്തി വരാത്ത രീതിയിലേക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിടണം നമ്മൾ. അപ്പോഴാണ് നമ്മുടെ പായസം പതുക്കെ പതുക്കെ കിടന്ന് കുറുകി വരുള്ളൂ. അതുപോലെ തന്നെ സൈഡിൽ പിടിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതിലേക്ക് ഇളക്കി ആക്കിക്കൊണ്ടിരിക്കണം. സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 2 നുള്ളി ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമ്മുടെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അതുകൂടാതെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഏലക്കായ പൊടിച്ചതാണ്. 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ബാക്കി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴായാലും ആഡ് ചെയ്യാം. ഒരു 2 നുള്ളി ജീരകം പൊടിച്ചതും ഞാൻ ഇതിലേക്ക് വറുത്ത് പൊടിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ശർക്കര പായസത്തിൽ ജീരകം വറുത്ത് പൊടിച്ചത് നല്ലതാണ്. കൂടാതെ കുറച്ച് ചുക്കുപൊടിയാണ് ആഡ് ചെയ്യുന്നത്. ചുക്കുപൊടി പ്രത്യേകിച്ച് ഗോതമ്പ് പായസത്തിൽ ചുക്കുപൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ചേർക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ വേമ്പൊടിയായിട്ട് ഇടും ചുക്കുപൊടി. അതുകൂടാതെ ഈ സമയത്തും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ ഈ ഗോതമ്പ് മലിക്ക് ഈ ടേസ്റ്റെല്ലാം നന്നായിട്ട് പിടിക്കും. ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്ത് നമ്മൾ ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കണം. ഈ സമയത്ത് തന്നെ നമ്മൾ ഒന്ന് മധുരം നോക്കുക. മധുരം കുറവുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കരപ്പാനി നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈ സമയത്ത് മധുരം നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് കുറവ് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ കുറച്ച് ശർക്കരപ്പാനിയും കൂടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടാം പാല് ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒന്നാം പാല് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പായസം തിളപ്പിക്കാനായിട്ട് പാടില്ല. നമ്മൾ നല്ലോണം കൈയെടുക്കാതെ ഇളക്കി ആ പായസത്തിനൊന്ന് ചൂടാക്കി എടുക്കാനായിട്ടേ പാടുള്ളൂ. തിളയ്ക്കാനായിട്ട് പാടില്ല, പായസത്തിൻ്റെ രുചി മാറിപ്പോവും. അത് നിങ്ങൾ പായസം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇത് കൈയെടുക്കാതെ ഇളക്കി നന്നായിട്ടൊന്ന് ചൂട് ആക്കുന്നുള്ളൂ. നമുക്കറിയാൻ പറ്റും അതിൽ നിന്ന് നന്നായിട്ട് അങ്ങനെ ആവിയൊക്കെ പൊന്തി വരും. പക്ഷെ എന്നാലോ തിളയ്ക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മളങ്ങ് തീ ഓഫാക്കിയിടണം. തീ ഓഫാക്കി അതിൻ്റെ തളയൊന്ന് നിന്നതിന് ശേഷം, ആ തിളക്കുന്ന ആ ഒരു പാകം ഒന്ന് നിന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ചുക്കിൻ്റെ പൊടിയും കുറച്ച് ഏലക്കായയുടെ പൊടിയും കൂടിയിട്ട് മേലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളൊന്ന് മിക്സ് ആക്കുക. അതിൻ്റെ ആ തള ഒന്ന് ഒതുങ്ങിയതിന് ശേഷം നമ്മൾ ഇത് രണ്ടും ചേർക്കാൻ പാടുള്ളൂ. നമ്മൾ തിളക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മുന്തി നിൽക്കില്ല. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ആ ചുക്കിൻ്റെയും ഏലക്കായയുടെ ഒക്കെ ഒരു മണവും അതിൻ്റെ ഒരു ടേസ്റ്റും കുറച്ചും കൂടി മുന്തി ഇതായിട്ട് നിൽക്കും. അപ്പോൾ നമ്മുടെ പായസം കുറച്ചും കൂടി ടേസ്റ്റ് ആവും. ഇത് രണ്ടും ഞാൻ ചേർത്തു ഒന്ന് മിക്സാക്കി. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് നാളികേരക്കൊത്തും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി വേണമെന്നുണ്ടെങ്കിൽ വറുത്തിടാം. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നാളികേരക്കൊത്തും കാഷ്യൂസും നമ്മുടെ പായസത്തിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ് ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ പച്ച നെയ്യ്, നമ്മൾ ചൂടാക്കാത്ത നെയ്യ്. ഇതുപോലെ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ പായസത്തിൽ ആ ഒരു നെയ്യിൻ്റെ ഒരു മണവും സ്വാദും നന്നായിട്ട് മുന്നിട്ട് നിൽക്കും. നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. ഏറ്റവും അല്ലാതെ പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു കുറച്ച് നെയ്യ് അതിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ നല്ലോണം ആ ഒരു നെയ്യ് പായസത്തിൻ്റെ ആ ഒരു നമ്മളാ ഒരു മൂടി വെച്ചിട്ടൊക്കെ തുറക്കുമ്പോൾ നല്ലൊരു മണവും കിട്ടും. അതുപോലെ തന്നെ ടേസ്റ്റും നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ നമ്മുടെ പായസം ഏതാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിൽ സെർവ് ചെയ്യാം.